ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് തുടങ്ങുന്നത് ഒരു ഡിസ്ക്ലെയിമറോട് കൂടിയാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്, മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ മറ്റും ഒന്നുമില്ല. പഠിക്കാൻ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞത്. അതിൽ പറഞ്ഞത് ടെക്നിക്കലും ഫണ്ടമെൻ്റലുമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി 50 എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 26,200 നിന്ന് അത് കൂപ്പുകുത്തി 22,200 വരെ എത്തി 11% ഇടിവ് നേടിക്കൊണ്ട് നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് കോടി രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കൂ, ആ നിഫ്റ്റി ഇപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ട് 25,400 നിൽക്കുന്നു. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പൈസകളെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒരുവിധം പൈസകളൊക്കെ തിരിച്ചു കിട്ടി, അവർ സന്തോഷമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഷെയറിൽ നിക്ഷേപിക്കുമ്പോൾ നോക്കേണ്ട ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് അറിയുന്നതിനെ ഈ മാർക്കറ്റ് ക്യാപ്പ് വിവരിക്കുന്നു. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ്, അത് എത്ര ആളുകളാണ് മേടിച്ചിട്ടുള്ളത്, ആ മേടിച്ചുകൊണ്ട് ആളുകളുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മേടിച്ച ആളുകളുടെ എണ്ണം കൊണ്ട് അതിൻ്റെ പ്രൈസിനെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയറിൻ്റെ പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിനെ ഒരു 100 ആളുകൾ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ 100 × 100 10,000 അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് കോടികളിലാണ് കണക്കാക്കുക. ഞാൻ പറഞ്ഞത് 10,000 എന്ന് 10,000 കോടിയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കൊണ്ട് നമുക്ക് ആ സ്റ്റോക്ക് ഫൈനാൻഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു ഷെയറിൽ നിക്ഷേപിക്കുമ്പോൾ ഫണ്ടമെൻ്റലായി അനാലിസിസ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പ് മാത്രം നോക്കിയാൽ പോരാ, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. മറ്റു റേഷ്യോകളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. മറ്റു റേഷ്യോകൾ, അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഘടകം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിക്ഷേപിക്കാൻ. അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിലൊക്കെ, ചെറിയ സ്മോൾ ക്യാപ്പ് കമ്പനികളിലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതലാണ്, നിങ്ങൾ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ക്യാപ്പ് ഏറ്റവും കൂടുതലുള്ള ഒരു 5,000 കോടി രൂപയും കൂടുതലുള്ള, എൻ്റെ പേഴ്സണായിട്ടുള്ളൊരു അഭിപ്രായമാണ്, 5,000 കോടി രൂപയോളം മുകളിലുള്ള കമ്പനികളെ ഷെയർ മേടിക്കുക, അതിൽ നിക്ഷേപിക്കുക. മാർക്കറ്റ് ക്യാപ്പ് മാത്രം നോക്കിയാൽ പോരാ, മറ്റ് ഫൈനാൻഷ്യൽ കാര്യങ്ങളും ടെക്നിക്കലായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുക. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഷെയറിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് മാത്രം
മാത്രം നോക്കിയാൽ പോരാ, മറ്റു ഘടകങ്ങൾ നോക്കിക്കൊണ്ട് ഈ മാർക്കറ്റ് ക്യാപ്പ് ഒരു പ്രധാന ഘടകമായി എടുത്തുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം തുടരുക. അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ആ നിക്ഷേപം നിങ്ങൾ തുടരുക. അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്നും അത് നിങ്ങൾ കൈവരിക്കുക. നിക്ഷേപം തുടരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.